ഡിയർ സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, കരിയർ വിങ്സിൻ്റെ ഫൈൻ ഫ്യൂച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ UG പ്രോഗ്രാംസിനെ കുറിച്ച് സംസാരിച്ചു. ആർട്സ് ആൻഡ് സയൻസിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനെ കുറിച്ച് സംസാരിച്ചു. PG പ്രോഗ്രാം പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അക്കമ്പനിഡ് വിത്ത് 100% പ്ലേസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻസിനെ കുറിച്ച് സംസാരിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്. ഞാൻ ഈ അടുത്ത് ഒരു കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നു. അവിടെ ഫൈനൽ ഇയേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നു. ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൽ അംഗമാണ്. മെർസിഡസ് ബെൻസ് പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. വി ഡിഡ് സം പ്രിപ്പറേഷൻസ്. മുറിയൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമ്പോൾ ഒരു മിടുക്കൻ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു മിടുക്കൻ ഓടിക്കേറി വന്നു. ഐ തോട്ട് മൾട്ടിനാഷണൽ കമ്പനി സംടൈംസ് മേക്ക് ഒരു മിന്നൽ പരിശോധന ഉണ്ടാവും അവരുടെ, എങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. ഐ തോട്ട് ഹീസ് ഫ്രം ദാറ്റ് കമ്പനി. സോ ഐ സെഡ് പ്ലീസ് കം ആൻഡ് ടേക്ക് യുവർ സീറ്റ്സ്. സോ ഹി സെഡ് നോ പ്രോബ്ലം, ഐ വിൽ വെയിറ്റ്. കുറച്ച് നേരം ആദിത്യ മര്യാദകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മിടുക്കൻ പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂവിന് വന്ന കാൻഡിഡേറ്റ് ആണ്. സോ ഐ സെഡ് ഓക്കെ നോ പ്രോബ്ലം, വൈ ഡിഡ് യു റഷ് ഇൻസൈഡ്? ഹി സെഡ് ഇല്ല, ടൈം വൈകിയെന്ന് വിചാരിച്ചാൽ ഓടി വന്നതാണ്. അങ്ങനെ ഒരു സോറി ഫിഗർ വന്നപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, ഞാനുണ്ട്, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാളുണ്ട്. സോ ഹി സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ്. വളരെ മനോഹരമായ ഇംഗ്ലീഷിൽ പുള്ളി പറഞ്ഞു, മൈ നെയിം ഇസ് സോ ആൻഡ് സോ, ഐ ആം ഫ്രം സോ ആൻഡ് സോ, വീട്, പേര്, സ്ട്രീറ്റ്, പിൻകോഡൊക്കെ പറഞ്ഞായിരുന്നു 68000. മനമെടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു സ്റ്റോപ്പ്, വി ഹാവ് സീൻ യുവർ CV. ഞങ്ങളിത് കണ്ടതാണല്ലോ. സോ വൈ വാണ്ട് ടു 12 minutes ആണ് ഇൻ്റർവ്യൂവിന്. സോ വൈ വാണ്ട് ടു ഇൻവെസ്റ്റ് സോ മച്ച് ടൈം ഓൺ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്? ലെറ്റ്സ് മൂവ് ഓൺ. സോ ഹി സെഡ് ഓക്കെ, ലെറ്റ് മീ ടോക്ക് അബൌട്ട് മൈ CGPA സ്കോർ. CGPA സ്കോറിനെ കുറിച്ച് ഒത്തിരി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും വൈസ് പ്രിൻസിപ്പാൾ പറഞ്ഞു CGPA സ്കോർ ഞങ്ങൾ കണ്ടതാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. സോ വൈ വാണ്ട് ഇൻവെസ്റ്റ് സോ മച്ച് ടൈം ഓൺ ദിസ്? പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന് ദേഷ്യം വന്നു. പുള്ളി പറഞ്ഞു, വാട്ട് യു വാണ്ട് ആസ്ക് മീ, ഐ വിൽ റിപ്ലൈ. സാറിന് എന്തുട്ടാ വേണ്ടേ? ഇതാണ് ലാംഗ്വേജ്. സാറിന് എന്തുട്ടാ വേണ്ടേ ചോദിച്ചാൽ മതി, ഐ വിൽ റിപ്ലൈ. സോ ഐ സെഡ് ഓക്കെ, ദാറ്റ്സ് എ ലോജിക്. ബിക്കോസ് പുള്ളി പറയുന്നത് നമുക്ക് ഇഷ്ടമാകുന്നില്ല. ലെറ്റ് ഹിം ആസ്ക് എ ക്വസ്റ്റ്യൻ, ലെറ്റ് us ആസ്ക് എ ക്വസ്റ്റ്യൻ, ലെറ്റ് ഹിം ആൻസർ ഇറ്റ്. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ മെർസിഡസ് ബെൻസിൻ്റെ മാനേജർ പറഞ്ഞു, ഞാൻ ചോദിക്കാം, ലെറ്റ് മീ ആസ്ക് ദ ക്വസ്റ്റ്യൻ. ഐ സെഡ് ഓക്കെ, ദാറ്റ്സ് യുവർ ചാൻസ്, യു ആസ്ക്. ഒറ്റ ചോദ്യം, വൈ ഷുഡ് ഐ ടേക്ക് യു? എന്തോ 2-3 മിനിറ്റ് നേരത്തേക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല. ഹീ ഈസ് നോട്ട് ഈവൻ ലുക്കിംഗ് അവർ ഫേസ്. സോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, മോനെ നിനക്ക് അർത്ഥം മനസ്സിലായോ? ഹീസ് ആസ്കിങ് വൈ ഷുഡ് ഐ ടേക്ക് യു? ഹീ സെഡ് യാ, എന്നെ കളിയാക്കിയതല്ലേ? വി സെഡ് നോ, വൈ ഷുഡ് വി ഡു ഇറ്റ്? വി ആർ സിൻസിയർലി ആസ്കിങ് ഇഫ് വി ഗിവ് എ ചാൻസ് ടു യു, വാട്ട് ക്യാൻ യു ഡു ഫോർ അവർ കമ്പനി? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നേരം കഴിഞ്ഞ് ഈ പയ്യൻ മിണ്ടാതായപ്പോൾ മെക്കാനിക്കലിൽ 8.9 CGPA മേടിച്ച വളരെ മിടുക്കൻ കോളേജിൻ്റെ റാങ്ക് ഹോൾഡറാണ്. കുറച്ച് നേരം കഴിഞ്ഞ് മിണ്ടാതായപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, മോനെ എന്തെങ്കിലും പറ. ഹീസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഹീ സെഡ് ഗീവ് മീ സം ടൈം, ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. സോ നമ്മൾ എഞ്ചിനീയറിങ്ങോ അതുപോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദിസ് കമ്പനി? എന്നോട് ഒത്തിരി സ്ഥാപനങ്ങൾ പറയാറുണ്ട്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ കേരള തമിഴ്നാട് ഹെഡായിരുന്നു. യൂണിലിവറിൽ 11 വർഷക്കാലം ജോലി ചെയ്തു. ഇത്രയും പ്രൊഫൈലുള്ള ഒരു വ്യക്തി, ക്യാൻ യു ഹെൽപ്പ് ദം ടു പ്രിപ്പയർ ഫോർ ദ ഇൻ്റർവ്യൂസ്? ക്യാൻ യു ഡു എ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ദ സ്റ്റുഡൻസ്? ഐ ഓൾവേസ് ടെൽ ദം, ഡോണ്ട് ഡു ഇറ്റ്. പേഴ്സണാലിറ്റി മാറ്റാനുള്ളതല്ല. You cannot act as someone else for some 6-7 minutes during the interview. But after that, നിങ്ങൾ ജോലി തുടങ്ങുമ്പോൾ നമ്മളുടെ സ്ട്രെങ്ത് പുറത്തേക്ക് വരും, and the area for improvements പുറത്തേക്ക് വരും. So don't act in the interview, it will not help us. Because the industry attrition is to the tune of 45%. മനസ്സിലാത്തവർക്ക് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ആദ്യമായി കിട്ടുന്ന ജോലി ആദ്യത്തെ 3 മാസത്തിൽ ഉപേക്ഷിച്ച് വേറെ ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം 45%. 100-ൽ 45 പേരും തനിക്ക് കിട്ടിയ വലിയ ജോലി, തങ്ങളുടെ ഡ്രീം ജോബ് വിട്ട് അടുത്ത ജോലി അന്വേഷിക്കുന്നു വിത്തിൻ 3 months. ഇത് സൗത്ത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒരു ശാപമാണ്. സോ ഐ എം ടെല്ലിങ്, ഡോണ്ട് ആക്ട് ഇൻ ദ ഇൻ്റർവ്യൂ ആൻഡ് ഡോണ്ട് ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി, ബട്ട് ആൻസർ എ ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദിസ് കമ്പനി? പഠിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് മനസ്സിലുണ്ടാക്കണം. നമ്മൾ പ്രധാനമായി 4 കാര്യങ്ങളിൽ നിന്ന് സംസാരിക്കുന്നു. ഒന്ന്, വെൻ യു ഗോ ഫോർ എൻ ഇൻ്റർവ്യൂ, അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്. പണ്ട് കാലത്തൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഞാൻ പറയുന്നു, SWOT അനാലിസിസിൽ ടേക്ക് ഓൺലി ദ S, ടേക്ക് യുവർ സ്ട്രോങ് ഏരിയ, ലീവ് ദ അതേഴ്സ്. ബിക്കോസ് ദർ ഇസ് നോ റൂൾ ദാറ്റ് യു ഹാവ് ടു എ പെർഫെക്റ്റ് മാൻ. എൻ്റെ ഒരു ആഗ്രഹം, ഞാനൊരു എഞ്ചിനീയർ ആകാനാണെങ്കിൽ ഒരു പക്ഷേ കൊമേഴ്സിൽ എനിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇഫ് മൈ ഡ്രീം ഈസ് സംതിങ് എൽസ്, ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് റെലവൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വെറുതെ വീക്കായ സബ്ജക്റ്റിന് ട്യൂഷന് പോയി സമയം കളയുന്നതിന് പകരം വർക്ക് ഓൺ യുവർ സ്ട്രോങ് ഏരിയാസ് ആൻഡ് ബിക്കം എ സ്പെഷ്യലിസ്റ്റ്. പോരായ്മകളില്ലാത്ത മനുഷ്യന്മാരില്ല. സോ വർക്ക് ഓൺ യുവർ സ്ട്രോങ് ഏരിയാസ് ആൻഡ് ചൂസ് ദാറ്റ് കൈൻഡ് ഓഫ് എ കാറ്റഗറി. ഇൻ്റർവ്യൂ ബോർഡിന് അത് മനസ്സിലാകും, കമ്പനികൾക്ക് അത് മനസ്സിലാകും.
പോയിന്റ് നമ്പർ 2, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്. ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി ഡോണ്ട് ചേഞ്ച്, ബട്ട് പ്രിപ്പയർ ഫോർ യുവർ ഇൻ്റർവ്യൂസ്. ഫ്രീക്വൻ്റ്ലി ചോദിക്കാവുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്, FAQs. ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ CV, നിങ്ങളുടെ ഹോബി. യു ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഇൻ്റർവ്യൂ ടീം. ദേ ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, യു ക്യാൻ ഇൻഫ്ലുവൻസ് ദം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, തൃശ്ശൂരിൽ നടന്ന, ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്, ഒത്തിരി കമ്പനികളുടെ ഇൻ്റർവ്യൂ ബോർഡിൽ എപ്പോഴും വരുന്ന ആളാണ്. ഈ അടുത്ത് തൃശ്ശൂരിൽ നടന്നൊരു ഇൻ്റർവ്യൂ, 5 സ്റ്റാർ ഹോട്ടൽ ഇൻ്റർവ്യൂ നടക്കുന്നു, ഒത്തിരി പേരുണ്ട്. 2 മണിക്ക് എൻ്റെ അടുത്ത് HR ഹെഡ് പറഞ്ഞു, MD പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് വേണമെന്ന് നിർബന്ധമില്ല, ബിക്കോസ് കേരളത്തിലെ സെയിൽസ് ടീമിന് പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് വേണം നിർബന്ധമില്ല. ആ ഒരു വാക്കുകൊണ്ട് ഞങ്ങൾ 10 പേരെ എടുത്തതിൽ 9 പേരും മലയാളം സംസാരിക്കുന്നവരാണ്. ഒരാൾ പോലും ഇംഗ്ലീഷ് അറിയുന്നവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. 2 മണിക്ക് HR ഹെഡ് പറഞ്ഞു, സാറേ ഒരാളെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നത് എടുത്തേക്കണം, ബിക്കോസ് എന്തെങ്കിലും ട്രാൻസ്ഫറും ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ വി മസ്റ്റ് ഹാവ് സംവൺ ഹു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഓൾസോ. ഐ സെഡ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ രാവിലെ മുതൽ കാണുന്ന ഒരു പയ്യനുണ്ട്. നിങ്ങൾ ഓർക്കണം, ഇൻ്റർവ്യൂ തുടങ്ങുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ റൂമിനകത്തല്ല, നിങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ക്യാമറയിൽ കാണാം. ഫ്രം ദർ ദ ഇൻ്റർവ്യൂ സ്റ്റാർട്ട്സ്. നിങ്ങളിരിക്കുന്ന രീതി, അവിടുത്തെ നിങ്ങളുടെ ഡിസിപ്ലിൻ, അച്ചടക്കം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ് 2 മണിക്ക് വരുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ദയനീയമായ ഒരു വാർത്തയുണ്ട്, അവന് മലയാളം മാത്രമേ അറിയുള്ളൂ. ആൻഡ് അക്കോർഡിംഗ് ടു HR ഹെഡ് ഞാൻ അവൻ എടുക്കാൻ പാടില്ല, ബട്ട് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു സ്പീക്ക് ടു ഹിം ആൻഡ് അവനെ സമാധാനിപ്പിക്കണം. അങ്ങനെ അകത്തേക്ക് വിളിച്ചു. വളരെ മിടുക്കനാണ്, മൊബൈൽ ഓഫ് ചെയ്തു, കയറി വന്നു. കഷ്ടകാലത്തിന് ആ ഇൻ്റർവ്യൂ റൂമിൻ്റെ ആ കാർപ്പറ്റിൽ തട്ടി അവൻ റൂമിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വീണു. അവൻ്റെ ഫയലും മൊബൈലൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. പുള്ളിക്കാരൻ താഴ്ത്താം. ഞാൻ ഓടിച്ചെന്ന്, മോനെ സോറി, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് കൈ പൊന്തിച്ചപ്പോൾ അവൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, സാർ ഐ എം വെരി ഹാപ്പി ടുഡേ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞു, എന്നെ കളിയാക്കിയതാണ്. ഞാൻ എഴുന്നേറ്റ് വന്ന് കൈ തന്നപ്പോൾ താഴത്ത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ വീണൊരു കുട്ടി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അവൻ പറഞ്ഞു, നോ ഐ എം വെരി ഹാപ്പി ടുഡേ. ഞാൻ ചോദിച്ചു, നിനക്ക് ഹാപ്പിനെസ് എവിടെ നിന്നുണ്ടായേ? അപ്പോൾ മലയാളത്തിൽ എന്നോട് പറഞ്ഞ്, സാറേ ഞാൻ രാവിലെ മുതൽ ആലോചിക്കുകയാണ്, ഫസ്റ്റ് ടൈമാണ് ഇൻ മൈ ലൈഫ് ഐ എം കമ്മിങ് ടു എ 5 സ്റ്റാർ ഹോട്ടൽ. നിങ്ങളുടെ കമ്പനി എക്സിക്യൂട്ടീവിനോട് വളരെ മാന്യമായിട്ട് പെരുമാറി, അപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് തന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾസ് എനിക്ക് തന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിച്ച്. ഞാൻ ആലോചിക്കുകയാണ്, വന്ന് വീണെങ്കിലും നല്ലൊരു കമ്പനിയിലല്ലേ ഞാൻ വന്ന് വീണിരിക്കണം. ലുക്ക് അറ്റ് ദ ടൈംലി ആൻസർ. ആൻഡ് ഹി സെഡ്, ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇത്രയും എടുക്കാനാണെങ്കിൽ മേ ബി യു ടേക്ക് ദ ഇൻ്റർവ്യൂ, യു സിറ്റ് ഇൻ ദ അതർ സൈഡ് ഓഫ് ദ ടേബിൾ ആൻഡ് ടേക്ക് ഇറ്റ്. അവൻ പറഞ്ഞു, സാർ സീരിയസ് ആണ്? ഞാൻ പറഞ്ഞു, യെസ് സീരിയസ് ആണ്. യു ടേക്ക് എൻ ഇൻ്റർവ്യൂ, ഐ വിൽ ആക്ട് എസ് എ കാൻഡിഡേറ്റ്. കാരണം അവന് മലയാളം മാത്രമേ അറിയൂ, അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒതുക്കണം. സോ ഇൻ്റർവ്യൂ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. സോ ഐ ഗേവ് ഹിം ദാറ്റ് ചാൻസ്. ഹി സെഡ്, ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ സാർ ഇൻ്റർവ്യൂവിന് വന്ന ആളാണെങ്കിൽ ക്യാൻ യു ഗോ ഔട്ട് ആൻഡ് ആസ്ക് മേ ഐ കം ഇൻ എന്ന് ചോദിച്ചാൽ അകത്തേക്ക് വരാമോ? ലുക്ക് അറ്റ് ദിസ്. ഇങ്ങനെയുള്ള ചില മിടുക്കന്മാർ, പക്ഷെ അവന് മലയാളം മാത്രമേ അറിയൂ. ഇങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അവരുടെ സ്ട്രോങ് ഏരിയയിൽ മാത്രം പെർഫോം ചെയ്യുന്ന ഒത്തിരി നല്ല മിടുക്കന്മാരുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് യുവർ ഇൻ്റർവ്യൂ ബോർഡ് ആൻഡ് മേക്ക് യുവർ പ്രസൻറ്റേഷൻ വെരി ഗുഡ്. തേർഡ് വൺ, ആർക്കെങ്കിലും മനസ്സിൽ അൺഎംപ്ലോയ്മെൻ്റ് എന്നൊരു പേടിയുണ്ടെങ്കിൽ കുട്ടികളെ, നിങ്ങൾ പഠനകാലത്തും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അൺഎംപ്ലോയ്മെൻ്റ് എന്നൊരു വാക്ക് മനസ്സിൽ നിന്ന് മാറ്റിയേക്കണം. ബിക്കോസ് അൺഎംപ്ലോയ്മെൻ്റ് ഇന്ന് ഇല്ല. വെൻ ഐ സേ, എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ച ഒരാളാണ്, ഒത്തിരി കാരിയറിൻ്റെ 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കരുതുന്ന ഒരാളാണ്. ഒത്തിരി പേരോട് ക്ലാസ്സുകൾ കഴിയുമ്പോൾ പറയും, സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയും. ബട്ട് ഐ യൂസ് ടു ടെൽ ദം വെരി പൊളൈറ്റ്ലി, when I take students from the campus and give to a company, I am paid 8% of their annual CTC. നിങ്ങൾ ഓർക്കണം, when I take a student and give to the company, അവരുടെ ആനുവൽ CTC, let us say 1 lakh per month, 12 lakhs ആനുവൽ CTCയുടെ 8% we are paid. അത്രയും പൈസ കമ്പനിക്കാർ ഞങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം there is a huge demand and we don't get people. അങ്ങനെയുള്ള അവസ്ഥയിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊരു പേടി കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പേടിക്കേണ്ട ഒറ്റ വാക്ക് അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ്. എനിക്കിഷ്ടപ്പെടാത്തൊരു മേഖലയിൽ ഞാൻ പോയി പെടുകയും ആ ഇഷ്ടമില്ലാത്തൊരു ജോലി തുടർന്നുകൊണ്ട് സന്തോഷമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, അതിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, യു മസ്റ്റ് ട്രൈ ആൻഡ് ഗെറ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ലോഡ് ഓഫ് സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു, 100 പേർക്ക് ജോലി കൊടുത്താൽ 45 പേരെങ്കിലും ആ ജോലി വിട്ടു പോകുന്നു. കാരണം ദേ ആർ ഗെറ്റിംഗ് എ സർപ്രൈസ്. ബാങ്കിലെ ജോലി ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കഴിഞ്ഞ വർഷം തൃശ്ശൂരിലെ ഒരു നല്ല കോളേജിലെ 11 കുട്ടികളെ ഞാനൊരു ബാങ്കിലേക്ക് പ്ലേസ് ചെയ്തു. ഇപ്പോൾ 7-8 മാസമായി കാണും. ഇനി 3-4 പേരെ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ദേ ലെഫ്റ്റ് ദ ജോബ് ആൻഡ് സെർച്ചിങ് ഫോർ അനദർ ജോബ്. ദേ സെഡ്, ബാങ്ക് ജോലി ഇങ്ങനെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. മാനേജർ പറഞ്ഞു കസ്റ്റമറെ കാണണമെന്ന്, ഡാഡി പറഞ്ഞു വേണ്ടാന്ന്. All this discussion should happen during your graduation. When you dream a bank job, you must understand what is my profile. I have to acquire customers. I may have to go and attend meetings. Okay, ഇത്തരം തിരിച്ചറിവുകൾക്ക് ഓൺ ദ ജോബ് നല്ലൊരു ഓപ്ഷനാണ്. വി വിൽ ബി ഏബിൾ ടു അറേഞ്ച് യു ഓൺ ദ ജോബ്. ഞാൻ പറഞ്ഞു, ഇത് 1-2 വ്യക്തികളുടെ ഒരു പ്രസ്ഥാനമല്ല, ഒത്തിരി എക്സ്പേർട്സ് നമുക്കുണ്ട്. യു നെയിം എ ഹോസ്പിറ്റൽ, യു നെയിം എ ബാങ്ക്, യു നെയിം എ കാറ്റഗറി, വി ഹാവ് കാരിയർ എക്സ്പേർട്സ് ദർ. So you get a chance to work there in that company, move that surprise part of it and understand saying, എനിക്കറിയാം, this is my cup of tea, can I get a chance here എന്ന് പറയാനുള്ള ചങ്കൂറ്റം കുട്ടികൾക്കുണ്ടാകണം. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്.
സ്ട്രോങ് ഏരിയയിൽ വർക്ക് ചെയ്യണം. 2, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, പേഴ്സണാലിറ്റി ചേഞ്ചിങ് അല്ല, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്. 3, അൺഎംപ്ലോയ്മെൻറ്റ് വേഴ്സസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ആൻഡ് ഫൈനലി, ട്രൈ ആൻഡ് ഗെറ്റ് എൻ ഓൺ ദ ജോബ് ട്രെയിനിങ്. താങ്ക് യു സോ മച്ച്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഓൺലൈൻ ക്ലാസ്സസ് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിൻ്റെ സേവനങ്ങൾ ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ മിസ്ഡ് കോൾ, വാട്സപ്പ്, ഇമെയിൽ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും ഇത് പരമാവധി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ മനോജ് മനേത്തൊടി, ഫ്യൂച്ചർ കെയർ എഡ്യൂക്കേഷൻ സൊല്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ഞങ്ങളുടെ 18ാമത്തെ വർഷമാണ്. ഫ്യൂച്ചർ കെയർ കോയമ്പത്തൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതുവരെ 10,000-ലധികം വിദ്യാർത്ഥി രക്ഷകർത്താക്കളാണ് ഞങ്ങളുടെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദീപികയുടെ വിദ്യാസാരഥി, വിദ്യാരത്ന തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യ അതിൻ്റെ പാരമ്യത്തിലെത്തി ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലെത്തി നിൽക്കുമ്പോഴും എല്ലാ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ഹയർ എഡ്യൂക്കേഷൻ. 12th ശേഷവും ഡിഗ്രിക്ക് ശേഷവും ഏത് കോഴ്സ് എടുക്കണം, അതെവിടെ പഠിക്കണം എന്നുള്ളത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. പല സോഴ്സുകളിലൂടെ, അധ്യാപകരിലൂടെയും ഗൂഗിൾ സെർച്ചിലൂടെയും ഒക്കെ പല കോഴ്സുകളും അവരുടെ മുന്നിലേക്ക് എത്തപ്പെടുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള കോഴ്സുകളാണ്. അതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെയധികം ശ്രമകരം തന്നെ. ഇവിടെ ഫ്യൂച്ചർ കെയർ ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും അതുപോലെ തന്നെ താല്പര്യത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട്, അതോടൊപ്പം പ്ലേസ്മെൻറ്റിനും റിസർച്ചിനും ഹയർ സ്റ്റഡീസിനെല്ലാം തന്നെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ആ വിദ്യാർത്ഥിയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് യൂണിവേഴ്സിറ്റിയുടെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും പൂർണ്ണമായ അംഗീകാരത്തോടു കൂടിയുള്ള മോസ്റ്റ് റെപ്യൂട്ടഡായ ഒരു കോളേജിൽ തന്നെ പ്രവേശനം ലഭ്യമാക്കി കൊടുക്കുന്നു. ഒരു കോഴ്സ് എടുക്കുന്നത് അറിവ് നേടുന്നതിന് വേണ്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കടമ്പ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ, ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് മേഖലയാണെങ്കിൽ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. BBA, BCA, BCom, അത്തരത്തിലുള്ള കോഴ്സുകളോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലോ അല്ലെങ്കിൽ ആഡ് ഓൺ ആയിട്ടുള്ള വളരെ പ്ലേസ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കോഴ്സുകളുണ്ട്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഡിഗ്രി എടുക്കുന്നതിന് പകരം അതോടൊപ്പം തന്നെ BBAൻ്റെ കൂടെ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ BCAയുടെ കൂടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, അതോടൊപ്പം തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ ഫിലിം ടെക്നോളജി. ഓരോ കോഴ്സിൻ്റെയും കൂടെ തന്നെ കൂടുതൽ ജോലിക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയിൽ കൂടുതലായി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും ഈ വിദ്യാർത്ഥിക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഗുണകരമാവും. ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ ഈ പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ +2 പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഡിഗ്രി അതിൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടെല്ലാം പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. എല്ലാവർക്കും തന്നെ എല്ലാ വിജയ ആശംസകളും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ തന്നെ ലഭിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.